ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻ കുട്ടു. അതായത് ഇപ്പോൾ ഇവിടെ പറയുന്നത് ഈ വർഷത്തെ, അതായത് 2024 ഏപ്രിൽ മാസത്തെ വിഷുഫലം, അതായത് 1199 ആണ്ട് ഉള്ള വിഷുഫലമാണ് പറയുന്നത്. 1199 ആണ്ട് മലയാള വർഷം, അതുപോലെ തന്നെ 2024 ഇംഗ്ലീഷ് വർഷം. ഇതിലത്തെ വിഷുഫലമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. വിഷുഫലത്തിൽ കുംഭശനി, അതായത് കുംഭൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി, മേടവ്യാഴം, മേടൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം, കൊല്ലവർഷം 1199 മീനമാസം 31, അതായത് മീനമാസം 31 ശനിയാഴ്ച ഉദയായി, അതായത് ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും, 36 നാഴികയും 6 വിനാഴിയും, ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും ചെന്നതിന് ശേഷമാണ് മീനത്തിൽ നിന്നും, അതായത് മീനമാസമാണ്, മീനരാശിയിൽ നിന്നും സൂര്യൻ മേടൻ രാശിയിലേക്ക് അതായത് സൂര്യൻ പറഞ്ഞ രവി സംക്രമിക്കുന്നത്. അപ്പം മേഷ വിഷു സംക്രമം എന്ന് പറയും. മേടരാശിയിൽ സൂര്യൻ പ്രവേശിക്കുന്ന സമയത്തിനെ അടിസ്ഥാനപരമാക്കിയിട്ടാണ് വിഷുഫലം പറയുന്നത്. അപ്പോൾ മേടൻ രാശിയിലേക്ക് മീനൻ രാശിയിൽ നിന്നും മേടൻ രാശിയിലേക്ക് മാറുന്നത്, അതായത് സൂര്യൻ മാറുന്നത് മീനമാസം 31-ാം തീയതി 36 നാഴിക, ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും, അതായത് ശനിയാഴ്ച. അതായത് സമയം നമുക്ക് IST സമയം പറയുകയാണെങ്കിൽ രാത്രി 8:22 രാത്രി 8:22 വരുന്നത്. അപ്പോൾ ആ സമയത്ത് മകീര നക്ഷത്രമാണ് വരുന്നത്. മകീര നക്ഷത്രത്തിലാണ് ചന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മകീര നക്ഷത്രത്തിലാണ്. ശുക്ലപക്ഷ ഷഷ്ടി പറഞ്ഞ വെളുത്ത പക്ഷം, അതായത് കറുത്ത വാവിന് ശേഷമുള്ള ഷഷ്ടി, 6ാമത്തെ ദിവസം ഷഷ്ടി തിഥിയും പന്നികരണവും, കരണം വന്നിട്ട് പന്നികരണമാണ്. ശോഭനനാമ നിത്യയോഗവും നല്ലതാണ്. പന്നികരണവും ശോഭനനാമ നിത്യയോഗവും കൂടിയ മിഥുനക്കൂറ്റിൽ, അതായത് മിഥുനൻ രാശിയിലാണ് ചന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മിഥുനക്കൂറ്റിൽ തുലാ ലഗ്ന സമുച്ചയത്തിൽ, അതായത് ആ സമയത്ത് ഉദിച്ചു വരുന്ന ലഗ്നം എന്ന് പറയുന്നത് തുലാ ലഗ്നമാണ്. അപ്പോൾ തുലാ ലഗ്ന സമുച്ചയത്തിൽ അഗ്നി ഭൂതോദയം കൊണ്ട്, ഭൂതോദയം പറഞ്ഞാൽ ആ സമയത്തുള്ള ഭൂതം ഏതാണ് ചോദിച്ചു പറഞ്ഞാൽ അഗ്നിയാണ്. അഗ്നി ഭൂതോദയത്തിൽ മേഷ വിഷു സംക്രമം, അതായത് വിഷു സംക്രമം വരുന്നത് ഈ സമയത്താണ് എന്നുള്ളതാണ് പറയുന്നത്. ആ സമയത്ത് തുലാ ലഗ്നമാണ് ഉദിച്ചു വരുന്ന ലഗ്നം എന്ന് പറയുന്നത്. ആ തുലാ ലഗ്ന പ്രകാരം തന്നെ ഗ്രഹസ്ഥിതി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തുലാ ലഗ്നത്തിന്റെ 3-ാം ഭാവത്തിൽ ഗുളികനാണ് നിൽക്കുന്നത്. 3-ാം ഭാവത്തിൽ വ്യാഴക്ഷേത്രത്തിൽ ഗുളികനാണ് നിൽക്കുന്നത്. 5-ാം ഭാവത്തിൽ ചൊവ്വയും ശനിയും കൂടി നിൽക്കുന്നുണ്ട്. 5-ാം ഭാവത്തിൽ, അതായത് കുംഭൻ രാശിയിൽ ശനിയും ചൊവ്വയും കൂടി നിൽക്കുന്നുണ്ട്. 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് സൂര്യനും ബുധനും ശുക്രനും രാഹുവുമാണ് നിൽക്കുന്നത്, അതായത് മീനൻ രാശിയിൽ. മേടൻ രാശിയിൽ 7-ാം ഭാവത്തിൽ നിൽക്കുന്നത് വ്യാഴമാണ്. 9-ാം ഭാവത്തിൽ മിഥുനൻ രാശിയിൽ നിൽക്കുന്നത് ചന്ദ്രനും. കന്നിരാശി 12-ാം ഭാവത്തിൽ നിൽക്കുന്നത് കേതുവുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ രാശിപ്രകാരം നോക്കുമ്പോൾ വ്യാഴത്തിന്റെ ഇഷ്ടസ്ഥിതി നല്ല തന്നെയാണ്. അതായത് ലഗ്നാൽ 7-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ട്. വ്യാഴം ലഗ്നത്തിന് വീക്ഷിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ 11-ാം ഭാവത്തിനെ വീക്ഷിക്കുന്നുണ്ട് വ്യാഴം. അതുകൂടാതെ 3-ാം ഭാവത്തിനെയും വീക്ഷിക്കുന്നുണ്ട് വ്യാഴം വീക്ഷിക്കുന്നത് പറഞ്ഞാൽ ദൃഷ്ടി ചെയ്യുന്ന ഓരോരോ ദിക്കുകളിനെ പറയുന്നത്. 11-ാം ഭാവത്തിലേക്കും അതുപോലെ ലഗ്നത്തിലേക്കും 3-ാം ഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ലഗ്നം എന്ന് പറയുന്നത് തുലാ ലഗ്നമാണ്. തുലാ ലഗ്നത്തിന്റെ അധിപൻ ശുക്രനാണ്. ശുക്രൻ 8-ാം ഭാവം, അതായത് 8-ാം ഭാവം പറഞ്ഞാൽ ഇടവൻ രാശി 8ാം ഭാവം ഏറ്റെടുത്തുകൊണ്ട്, ലഗ്നാധിപൻ 8ാം ഭാവം അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6ാം ഭാവമായ
അനിഷ്ടസ്ഥാനമായിട്ടുള്ള മീനൻ രാശിയിൽ ഉച്ചസ്ഥനായിട്ടാണ് നിൽക്കുന്നത്. സൂര്യനോടൊപ്പം ബുധനോടൊപ്പം രാഹുവിനോടൊപ്പം ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ എന്താന്ന് വെച്ച് പറഞ്ഞാൽ ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം നാശസ്ഥാനമാണ്. സർവപ്രണാസോ വിപദോ അപവാദോ കേതുപ്രദേശോ മരണസ്യ ദാസ മടാദ്യം ഗതാച്ച വിഘ്ന എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ സർവപ്രണാസോ, അപ്പോൾ സർവ്വവസ്തുക്കളുടെയും നാശങ്ങൾ ഉണ്ടാകും എന്നൊക്കെയാണ് ഈ പറയുന്നത്. അതായത് സർവ്വവസ്തുക്കളുടെ നാശങ്ങൾ, അപമാനങ്ങൾ, അതായത് ഭൂമിക്ക് ദോഷങ്ങൾ വരുന്നതൊക്കെയാണ് പറയുന്നത്. ഭൂമി കാരകനായിട്ടുള്ള ഗ്രഹം ലഗ്നാൽ 5ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലഗ്നാധിപൻ്റെ 12ാം ഭാവത്തിലാണ് ഭൂമികാരകനായിട്ടുള്ള ചൊവ്വ നിൽക്കുന്നത്. ലഗ്നാധിപൻ തന്നെ അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. മത്സ്യരാശിയിൽ നിൽക്കുന്നത്. മത്സ്യരാശി പറഞ്ഞാൽ അത് മത്സ്യരാശി പറഞ്ഞാൽ മീനൻ രാശി ജലരാശിയും കൂടിയാണ്. അപ്പം ജലരാശിയും കൂടി ആയിരിക്കുന്ന കാരണം കൊണ്ട് അവിടെ കൂടെ നിൽക്കുന്നത് സൂര്യനും ബുധനും, അതായത് ബാധകാധിപനും അതായത് 11ാം ഭാവാധിപനും ബാധകാധിപനുമായിട്ടുള്ള സൂര്യൻ 6ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ 9ാം ഭാവാധിപനും 12ാം ഭാവാധിപനുമായിട്ടുള്ള ബുധൻ നീചം പിടിച്ച് നിൽക്കുന്നുണ്ട്. നീചഭംഗ രാജയോഗം ഉണ്ട് താനും. അതുപോലെ തന്നെ രാഹു നിൽക്കുന്നുണ്ട് ശുക്രന്റെ കൂടെ. അപ്പം ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6ാം ഭാവത്ത് നിന്ന് കഴിഞ്ഞു പറഞ്ഞാൽ രോഗാധിക്യങ്ങൾ ഉണ്ടാകും. ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് രോഗാധിക്യങ്ങൾ ഉണ്ടാകും. വൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടാകും. ഗുളികൻ 3ലാണ് നിൽക്കുന്നത്. വൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടാവും. എന്നിരുന്നാലും അതിലേക്ക് ചെറുത്ത് നിൽക്കുവാനുള്ള കെൽപ്പ് ഭരണാധികാരിയായിട്ടുള്ള സൂര്യൻ നിൽക്കുന്നത് 6ാം ഭാവത്തിലാണ്. കുറച്ച് കഷ്ടപ്പെടുമെങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിൽ ലഗ്നാൽ 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് വളരെ ഉചിതകരമായിട്ടാണ്. അപ്പോൾ ലഗ്നാൽ 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ട് രോഗങ്ങൾ വരികയാണെങ്കിലും അതിനുള്ള പ്രതിവിധികൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പ്രതിവിധികൾ ഉണ്ടാവും. 4ാം ഭാവാധിപൻ അതായത് ജനസംബന്ധമായിട്ടുള്ള സമ്പർക്കവും ഭൂമി സംബന്ധമായിട്ടുള്ള നമ്മുടെ പ്ലേസ് സംബന്ധമായിട്ടുള്ള ഗ്രഹവും ഭൂമി കാരകനുമായിട്ടുള്ള ഗ്രഹം 4ാം ഭാവാധിപന്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. 4ാം ഭാവാധിപൻ 5ാം ഭാവത്തിൽ നിൽക്കുന്നത്. 5ാം ഭാവാധിപന്റെ ഭൂമികാരകനായിട്ടുള്ള ചൊവ്വയാണ്. ചൊവ്വ 2ാം ഭാവാധിപനും 7ാം ഭാവാധിപനും കൂടിയാണ് നിൽക്കുന്നത്. ഭൂമികാരകനായിട്ടുള്ള നിൽക്കുന്നത്. അപ്പോൾ ജനസമ്പർക്കനായിട്ടുള്ള ശനി 5ാം ഭാവത്തിൽ ഭൂമികാരകനായിട്ടുള്ള യോഗം നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് വർഷകാലം, അതായത് ഈ വർഷം മഴ എങ്ങനെ ഉണ്ടാകും എന്ന് ചോദിച്ചു പറഞ്ഞാൽ കാലാവസ്ഥ അതായത് നമ്മുടെ മൺസൂൺ കാലം, അതായത് മഴക്കാലം എന്ന് പറയുന്നത് ജൂൺ 15 കൂടിയിട്ടാണ് മഴയുടെ ആരംഭം, മൺസൂൺ ആരംഭിക്കുന്നത് എന്നാണ് പറയുന്നത്. വർഷകാലം ആരംഭിക്കുന്നത് അത് യഥാക്രമം ആ സമയത്ത് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. ലഗ്നാധിപൻ തന്നെ മത്സ്യരാശിയായിട്ടുള്ള 6ാം, അതായത് മീനൻ ജലരാശിയായിട്ടുള്ള 6ാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം മഴ ഇഷ്ടം പോലെ ഉണ്ടാവും എന്നുള്ളത് കാണുന്നുണ്ട്. വർഷകാലം ഫുള്ളായിട്ട് കാലവർഷം ഫുള്ളായിട്ടുണ്ടാവും എന്നുള്ളതും പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ ന്യൂനമർദ്ദം സംബന്ധമായിട്ടുള്ള ഇതുണ്ടാവും. കാരണം ചന്ദ്രന്റെ കേന്ദ്രത്തിലാണ് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത്, അതും ജലരാശിയിൽ. അത് കാരണം ന്യൂനമർദ്ദന സംബന്ധമായിട്ടുള്ള മഴകളും ഇതിൽ കാലവർഷം കൂടാതെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് ന്യൂനമർദ്ദം എന്ന് വെച്ച് പറഞ്ഞാൽ ചിലപ്പോൾ വിടാതെ 3, 4, 5 ദിവസങ്ങളൊക്കെ വിടാതെ മഴ പെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് പറയുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ പ്രളയ സാധ്യതയെല്ലാം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ജലപ്രളയമൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. മേടൻ രാശിയിൽ വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ടും ജലരാശിയിൽ ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം ഏറ്റെടുത്ത് നിൽക്കുന്ന കാരണം കൊണ്ടും പ്രളയത്താൽ വന്നിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷെ അതിനുള്ള പരിഹാരങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള മുൻകൂട്ടലുകൾ എല്ലാം ഉണ്ടാവും. കാരണം വ്യാഴത്തിൻ്റെ ദൃഷ്ടി ലഗ്നത്തിലേക്ക് വരുന്നുണ്ട്. അത് കാരണം കൊണ്ട് അങ്ങനെയെല്ലാം ഉണ്ടാവും എന്നുള്ളത് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിലും രോഗാധിക്യ സംബന്ധമായിട്ടുള്ള ഇത് വന്നിട്ടുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ലെവലിൽ നോക്കുന്ന സമയത്ത് ഗവൺമെൻറ് കാരകനായിട്ടുള്ള ഗ്രഹം 6ാം ഭാവത്തിലാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ചേർത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ധനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഭരണാധികാരികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാവും എന്നൊക്കെയാണ് ഈ വിഷുഫലത്തിൽ പറയുന്നത്. എന്നിരുന്നാലും അതിനെല്ലാം തരണം ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവ് ഉണ്ടാവും എന്നുള്ളതും വ്യാഴൻ 7ാം ഭാവത്തിൽ വ്യാഴൻ ഇഷ്ടസ്ഥാനത്തിൽ വന്ന് നിൽക്കുന്നത് വളരെ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അത് കാരണം കൊണ്ട് തന്നെ എന്തുതന്നെ വന്നാലും അതിനുള്ള പ്രതിവിധികൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വിഷുപ്പനം വരുന്നത്.
അപ്പോൾ വിഷുഫലത്തിൽ നമുക്ക് ഓരോ നക്ഷത്രക്കാർക്കുള്ള ഫലം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ആയില്യ നക്ഷത്രക്കാർക്ക്, അതായത് വിഷുഫലത്തിൽ ആയില്യ നക്ഷത്രക്കാർക്ക് നോക്കുന്ന സമയത്ത് അവർക്ക് ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യത, മനസ്സിൽ ഇതുവരെ കൊണ്ടു നടന്നിരിക്കുന്ന കാര്യങ്ങൾ ഔദ്യോഗികപരമായിട്ട് നടപ്പിലാക്കാനുള്ള സാധ്യത, പുതിയ ഭവന നിർമ്മാണത്തിന് നേതൃത്വം കൊടുക്കുവാനും അതിൽ മനസ്സ് സന്തോഷിക്കുവാനുള്ള സാധ്യതയും, ഭൂമി വാങ്ങിക്കാനുള്ള സാധ്യതയും, ഭൂമി ലാഭം വന്ന് കൈവരിക്കാനുള്ള സാധ്യതയും, ധനമാർഗങ്ങൾ തേടിയുള്ള യാത്രയിൽ വിജയ സാധ്യതയും, അതുപോലെ കടബാധ്യതയിൽ പെട്ടിരിക്കുന്നവർക്ക് മോചനം കിട്ടുവാനുള്ള സാധ്യതയും, കടത്തിൽ നിന്ന് മോചനം ലഭിക്കുവാനുള്ള സാധ്യതയും, ജപ്തി സംബന്ധമായിട്ടുള്ള ഭവനങ്ങളിൽ നിന്നും മോചനം നേടുവാനും അതിൽ വിജയം കരസ്ഥമാക്കുവാനുള്ള സാധ്യതയും, ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സഹിച്ച് കഴിയുന്നവർക്ക് അതിൽ നിന്നും റിലീഫ് ആകാനുള്ള സാധ്യതയും, അതുപോലെ തന്നെ കേസ് വഴക്കുകളിൽ പെട്ടിരിക്കുന്നവർക്കെല്ലാം അതിൽ നിന്ന് മോചനം നേടുവാനുള്ള സാധ്യതയും, ബിസിനസ് എല്ലാം തകർച്ചയിൽ നിന്ന് ഇരിക്കുന്നവർക്ക് അതിൽ നിന്നും ഒരു കരകയറ്റി വരുവാനുള്ള സാധ്യത, അല്ലെങ്കിൽ പുതിയ ബിസിനസ്സിന് നേതൃത്വം കൊടുത്ത് പുതിയ ബിസിനസ് തുടങ്ങുവാനുള്ള സാധ്യത, അതിൽ വിജയം കൈവരിക്കുവാനുള്ള സാധ്യത, ഇതിനെല്ലാം നേട്ടം കുറിക്കുവാനുള്ള സാധ്യതയുണ്ട്. വിദേശത്ത് പോയി ജോലി ചെയ്ത് വിജയിക്കുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. വിദേശത്തേക്കായി വിസയ്ക്ക് പണം കൊടുത്ത് നിൽക്കുന്നവർക്ക് തടസ്സമായി നിൽക്കുകയാണെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം മാറി നിവൃത്തി സ്ഥാനം, അതായത് കാര്യസാധ്യത വന്നു ചേരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ദൂരദേശ യാത്ര കൊണ്ട് ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനും ഉദ്ദിഷ്ട കാര്യം നടക്കുവാനുള്ള സാധ്യതയുണ്ട്. പ്രണയിക്കുന്നവർക്കെല്ലാം പ്രണയ സാഫല്യങ്ങൾ വന്നു ചേരുവാനും അവരവരാഗ്രഹിക്കുന്ന സ്ഥാനമാന പദവികളും അല്ലെങ്കിൽ അവരവരെ ആഗ്രഹിക്കുന്ന ലെവലിൽ ജീവിക്കുവാനുള്ള സാധ്യതകളും, അവരുടെ വീട്ടുകാർ അംഗീകാരത്തോടെ നിൽക്കുന്ന സാഹചര്യങ്ങളും മറ്റുള്ളതെല്ലാം വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഐക്യതയോടുകൂടി കഴിയുവാനുള്ള സാധ്യതയും, കലഹത്തിൽ കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാർ അത് കലഹങ്ങൾ വിട്ട് ഒന്നു ചേരുവാനും, ഡൈവേഴ്സ് സംബന്ധമായിട്ട് ആലോചനയിൽ ഇരിക്കുന്നവർ അത് വേണ്ടാന്ന് വെച്ചിട്ട് വീണ്ടും കൂട്ടായ്മ ചേർന്ന് കുടുംബം നടത്തി പോകാനുള്ള സാധ്യതയും, സന്താന ലബ്ധിക്കായി ആഗ്രഹിക്കുന്നവർക്ക് സന്താന ലബ്ധി ഉണ്ടാവാനുള്ള സാധ്യതയും, ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ജോലികൾ പ്രതീക്ഷിച്ച് നിൽക്കുന്നവർക്ക് ഗവൺമെൻറ് ജോലികളെല്ലാം കിട്ടുവാനുള്ള സാധ്യതയും, അതുപോലെ തന്നെ ഗവൺമെൻറ് തലത്തിൽ അംഗീകാരങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയും, ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള പേപ്പർ വർക്കുകളെല്ലാം കൈകാര്യം ചെയ്യുന്നതിൽ വിജയിക്കുവാനുള്ള സാധ്യതയും, അതുപോലെ തന്നെ വൻകിട ലോണുകൾക്കെല്ലാം ആഗ്രഹിച്ച് നിൽക്കുന്നവർക്കെല്ലാം വൻകിട ലോണുകൾ, കോടിക്കണക്കിനുള്ള ലോണുകളെല്ലാം നേടാനുള്ള അല്ലെങ്കിൽ അത് കൊടുത്തിട്ട് കിട്ടുവാനുള്ള തടസ്സങ്ങൾ മാറ്റി അത് കിട്ടുവാനുള്ള സാധ്യതയും, ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള അംഗീകാരങ്ങളും, ഗവൺമെൻറ് തലത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് പ്രമോഷനുകൾ വരുവാനുള്ള സാധ്യതയും, സിനിമാ മേഖലയിൽ പ്രവർത്തന പരിചയപരമായിട്ടുള്ള വർക്കുകൾ ചെയ്ത് കുറച്ച് വിശ്രമം അല്ലെങ്കിൽ താഴ്മയോടെ ഇരിക്കുന്നവർക്ക് അതിൽ നിന്ന് മോചനം നേടി കയറി വരുവാനുള്ള സാധ്യതയും, അതുപോലെ തന്നെ പരാജയഭീതിയിൽ നിൽക്കുന്ന കലാകായികമാർ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽപ്പെട്ടവർക്കെല്ലാം അതിൽ നിന്ന് ഉയർന്നു വരുവാനുള്ള സാധ്യതയും, അതിൽ വിജയം കൈവരിക്കാനുള്ള സാധ്യതയും, പുതുമുഖ നടന്മാരുടെ അവസരങ്ങൾ സൃഷ്ടിക്കുവാനുള്ള സാധ്യതയും, പുതുമുഖ സംവിധായകന്മാരിൽ നിന്നും വിജയം കൈവരിക്കാനുള്ള സാധ്യതയും, രാഷ്ട്രീയ സംബന്ധമായിട്ട് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളും അഭിമാനങ്ങളും അവരറിയിക്കുന്ന സ്ഥാനമാന പദവികളും കിട്ടുവാനുള്ള സാധ്യതയും, വിജയങ്ങൾ കരസ്ഥമാക്കാനുള്ള സാധ്യതയും എല്ലാം കാണുന്നുണ്ട്. അലോപ്പതി മേഖലയിൽ പ്രവർത്തിക്കുന്ന നഴ്സുമാർ, ഡോക്ടർമാർ, അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം അവർ ആഗ്രഹിക്കുന്നതുപോലത്തെയുള്ള വിജയസാധ്യതകൾ വരുവാനും അഭിമാനപരമായിട്ടുള്ള നേട്ടങ്ങൾ വരുവാനും അതുപോലെ ജനമധ്യത്തിൽ പേരും പ്രശസ്തിയും വന്നു ചേരുവാനുള്ള സാധ്യതയും എല്ലാം കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. വിദേശയാത്ര കൊണ്ട് ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള സാധ്യതയും, ബന്ധുസമൂഹങ്ങളുമായി ഒത്തുചേർന്ന് ഒരുമയോടുകൂടി പോകാനുള്ള സാധ്യതയും, പുതിയ പുതിയ ബന്ധുത്വം പിടിക്കാനുള്ള സാധ്യതയും, വിവാഹാദി മംഗളകർമ്മങ്ങൾ ഭവനത്തിൽ നടക്കുവാനുള്ള സാധ്യതയും, പുതിയ ഭവനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനുള്ള സാധ്യതയും, പുതിയ വാഹനങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും, IT മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഇലക്ട്രിക് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും മൊബൈൽ, ലാപ്ടോപ്പ് എന്നീ മേഖലകളിൽ
ബിസിനസ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കും ഗുണാനുഭവങ്ങളാണ് വന്നു ചേരുവാനുള്ള സാധ്യത ആയില്യ നക്ഷത്രക്കാർക്ക് പൊതുവെ വിഷുഫലത്തിൽ കാണുന്നത്. അതുപോലെ തന്നെ ഗുണാനുഭവങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യത കുറെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. സ്വർണ്ണാഭരണ മേഖലയിൽ പങ്കെടുക്കുന്നവർക്കും അതിൽ ബിസിനസ് ചെയ്യുന്നവർക്കും നേട്ടങ്ങളും അതിൽ വർക്ക് ചെയ്യുന്നവർക്കും അതിൻ്റെ ഭാഗമായി മാറാനുള്ള സാധ്യതകൾക്കും നേട്ടങ്ങൾ വരുവാനുള്ള സാധ്യതയും എല്ലാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഉന്നത സ്ഥാനം കൈവരിക്കുവാനുള്ള സാധ്യത, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ശൃംഖലയിൽ പുതിയ ഒരു നേട്ടം കൈവരിക്കാനുള്ള സാധ്യതയും, കാർ വിപണിയിൽ പ്രവർത്തിക്കുന്നവർക്കും മെക്കാനിക്കൽ സർവീസ് ചെയ്യുന്നവർക്കും പുതിയ സംരംഭങ്ങൾ കണ്ടുപിടിക്കുവാനും പുതിയ മേഖലകൾ കണ്ടുപിടിക്കുവാനും ഗവേഷണങ്ങൾ കണ്ടുപിടിക്കുവാനും പുതിയ ടെക്നീഷ്യൻ സംബന്ധമായിട്ടുള്ള വർക്കുകൾ കണ്ടുപിടിക്കുവാനുള്ള സാധ്യതയും എല്ലാം കാണുന്നുണ്ട്. കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം അവരവർ ഉദ്ദേശിക്കുന്ന ലെവലിൽ വിജയിച്ചു വരുവാനുള്ള സാധ്യതയും എല്ലാം ഈ വർഷത്തിൽ വിഷുഫലത്തിൽ കണ്ടുവരുന്നുള്ളതായിട്ട് കാണുന്നുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ആയില്യ നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് വരാൻ പോകുന്നത്. മോട്ടോർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണകരമായിട്ടാണ് കാണുന്നത്. ആയുർവേദ സംബന്ധമായിട്ടും ഹോമിയോ സംബന്ധമായിട്ടുള്ള പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ വാർദ്ധക്യ സംബന്ധമായിട്ടുള്ള മരുന്ന് കഴിക്കുന്നവർക്ക് ആ മരുന്ന് ഫലം കിട്ടുകയും ആരോഗ്യ പുരോഗതി വരികയും ചെയ്യുവാനുള്ള സാധ്യതയും എല്ലാം കാണുന്നുണ്ട്. ഇവരുടെ വരവ് ചെലവുകൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ വരവ് 2ഉം ചെലവ് 5ഉമായിട്ടാണ് കാണുന്നത്. അത് കാരണം ചെലവാണ് കൂടുതലായിട്ട് ആയില്യ നക്ഷത്രക്കാർക്ക് കാണുന്നത്, വരവ് കുറവായിട്ടാണ് കാണുന്നത്. അത് കാരണം തന്നെ മുൻ ഭാണ്ഡാരത്തിൽ 5 രൂപയും പിൻഭാണ്ഡാരത്തിൽ 2 രൂപയും പ്രാർത്ഥനാ സഹിതം സമർപ്പിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ ദോഷാധിക്യം ആയവായ വ്യത്യാസങ്ങളുള്ള ദോഷാധിക്യം മാറി വരവ് കൂടുവാനും ചെലവ് കുറയുവാനുള്ള സാധ്യതകൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. നമസ്കാരം.